ഹായ് വെൽക്കം ഓൾ ടു ലെച്ചൂസ് എഡ്യൂ ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെച്ചൂസ് എഡ്യൂ ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പ്രിപ്പയർ ചെയ്യുന്ന LGS ലെവൽ എക്സാമിനേഷന് വേണ്ടിയിട്ടാണ് ആയതിന്റെ ഭാഗമായിട്ട് സിലബസിൽ തന്നിരിക്കുന്ന മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവിൽ നമ്മൾ ഇപ്പോൾ അന്തസ്രാവി ഗ്രന്ഥികളാണ് പഠിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു 3 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അന്തസ്രാവി ഗ്രന്ഥികളുടെ ഒരു വീഡിയോ ക്ലാസ് നിങ്ങൾ കണ്ടു പഠിച്ചു കഴിഞ്ഞു. പഠിച്ചിട്ടില്ലേ? പഠിച്ചവർ കമൻറ്റ് ചെയ്യുക. ദെൻ ഇന്ന് നമ്മൾ രണ്ടാമത്തെ വീഡിയോ ക്ലാസ്സിലേക്ക് പോവുകയാണ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ക്ലാസ് ആണ്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അന്തസ്രാവി വ്യവസ്ഥയാണ് എടുത്തത് അല്ലേ. അപ്പോൾ അതിനകത്ത് നമ്മൾ പാൻക്രിയാസ് ആഗ്നേയ ഗ്രന്ഥിയെക്കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എല്ലാ ഗ്രന്ഥികളും തീർക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നടക്കില്ലോ എന്ന് എനിക്കറിയില്ല, എങ്കിലും മാക്സിമം ട്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ എഴുതി പറഞ്ഞു പോകുന്ന കൂടെ തന്നെ ഡിസ്ക്രൈബ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് കൊണ്ട് തീർത്തില്ല. ഓക്കെ, നമുക്ക് ആ ഒരു മെത്തേഡിലാണ് ഇന്ന് പോകുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് തൈറോയിഡ് ഗ്രന്ഥിയെക്കുറിച്ച് പഠിക്കാം. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന നിർമ്മാണ ശിഥിലീകരണ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥിയാണ് എന്നറിയപ്പെടുന്ന തൈറോയിഡ് ഗ്രന്ഥി. ഓക്കെ, തൈറോയിഡ് ഗ്രന്ഥിയാണ് ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി. ഓക്കെ, ഏറ്റവും വലിയ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്ന ഏതാണ്? തൈറോയിഡ് ഗ്രന്ഥിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു തെറ്റ് നമുക്ക് പറ്റാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ശ്രദ്ധിക്കണം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് ലിവർ ആണ്, അല്ലെങ്കിൽ കരളാണ്. ശ്രദ്ധിക്കണേ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അത് കരളാണ്. പക്ഷേ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചാൽ മാറി, അതേതാണ്? അത് തൈറോയിഡ് ഗ്രന്ഥിയാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മുഖ്യ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. ഈ ഉപാപചയ പ്രവർത്തനങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞ നിർമ്മാണ ശിഥിലീകരണ പ്രവർത്തനങ്ങൾ. ശരീരത്തിൽ നടക്കുന്ന നിർമ്മാണ ശിഥിലീകരണ പ്രവർത്തനങ്ങളെയാണ് ഉപാപചയ പ്രവർത്തനം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഉപാപചയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മുഖ്യ അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. ഇനി തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണാണ് തൈറോക്സിനും കാൽസിട്ടോണിനും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ. ഇപ്പൊ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ തൈറോക്സിനും ഉണ്ട്, കാൽസിട്ടോണിനും വരുന്നുണ്ട്. ഇനി തൈറോക്സിൻ നമുക്കറിയാം, തൈറോക്സിൻ ഉപാപചയ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന അല്ലെങ്കിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് വർദ്ധിപ്പിക്കുന്ന ഹോർമോണാണ് ഏത്? തൈറോക്സിൻ. ഓക്കെ, തൈറോക്സിൻ എന്ന് പറയുന്നത് ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് വർദ്ധിപ്പിക്കുന്ന ഹോർമോണാണ്. അതുമാത്രമല്ല ഊർജോൽപാദനം വർദ്ധിപ്പിക്കുന്നു. ഓക്കെ, ശരീരത്തിലെ ഊർജോൽപാദനം വർദ്ധിപ്പിക്കുന്നതും ഉപോപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് വർദ്ധിപ്പിക്കുന്നതുമായിട്ടുള്ള ഹോർമോണാണ് തൈറോക്സിൻ. ഓക്കെ, ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്നതും തൈറോക്സിനാണ്. ഭ്രൂണാവസ്ഥ നമുക്കറിയാം ഫീറ്റസ് സ്റ്റേജ് ആണ്. ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും, അതായത് കുട്ടിക്കാലത്ത് ആ ഒരു അവസ്ഥയിലും നമ്മുടെ മസ്തിഷ്കത്തിന്റെ വളർച്ചയും മസ്തിഷ്കത്തിന്റെ വികാസവും ത്വരിതപ്പെടുത്തുന്ന വേഗത്തിലാക്കുന്നതായിട്ടുള്ള ഹോർമോൺ ഏതാണ്? തൈറോക്സിനാണ്. ഓക്കെ, കുട്ടികളിലെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാലും അതും ഏതാണ്? തൈറോക്സിനാണ്. കുട്ടികളിലെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ. ദെൻ ഇത്രയും കാര്യങ്ങൾ തൈറോക്സിനെ പഠിച്ചു വെക്കണം. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് ഉയർത്തുന്ന ഹോർമോൺ ഏത്? തൈറോക്സിൻ. ഓക്കെ, ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും വേഗത്തിലാക്കുന്ന ഹോർമോൺ ഏത്? തൈറോക്സിൻ. ദെൻ ഊർജോൽപാദനം വർദ്ധിപ്പിക്കുന്ന അന്തസ്രാവി ഹോർമോൺ ഏത് എന്ന് ചോദിച്ചാൽ അതും ഏതാണ്? അതും തൈറോക്സിൻ ആണ്. കുട്ടികളുടെ ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോൺ തൈറോക്സിൻ. ഇപ്പൊ ഈ 4 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് തൈറോക്സിൻ ഓർത്ത് വെക്കണം. ഇനി തൈറോക്സിന്റെ അഭാവം മൂലവും തൈറോക്സിന്റെ കൂടുതൽ മൂലവും ഒക്കെ നമുക്ക് രോഗങ്ങൾ ഉണ്ടാവാം. തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയെ വിളിക്കുന്നതാണ് ഹൈപ്പോ തൈറോയിഡിസം. സാധാരണ നമ്മൾ കേൾക്കുന്നതാണ് അല്ലെ. ഹൈപ്പർ തൈറോയിഡും ഉണ്ട്, ഹൈപ്പോ തൈറോയിഡും ഉണ്ട്. അപ്പം തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയാണ് ഇത് ഹൈപ്പോ തൈറോയിഡിസം. ഹൈപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ ബ്ലഡ് പ്രഷറിനകത്തും പഠിച്ചായിരുന്നു, ഹൈപ്പോയും ഹൈപ്പറും. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ കുറവാണ്, ഹൈപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉയർന്നതാണ്. സോ തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം. തൈറോയിഡിന്റെ ഉൽപാദനം കൂടുന്ന അവസ്ഥയെ ഇപ്പൊ എന്ത് വിളിക്കും? ഹൈപ്പർ തൈറോയിഡിസം. ഇത് തിരിഞ്ഞു പോകരുത് കേട്ടോ. കൂടുന്ന അവസ്ഥ ഹൈപ്പർ ആണ്, കുറയുന്നത് ഹൈപ്പോയാണ്. ഇപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരള്. തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. തൈറോയ്ഡ് ഗ്രന്ഥി എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്.
തൈറോയ്ഡ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ സ്വനപേടകത്തിന് താഴെയായിട്ടാണ് തൈറോയ്ഡ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ആമാശയത്തിന് താഴെയാണ്. ഇവിടെ തൈറോയ്ഡ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? സ്വനപേടകത്തിന് താഴെയാണ്. ആഡംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് ഇത് തൈറോയ്ഡ് ഗ്രന്ഥി. പലതവണ ചോദിച്ചിട്ടുണ്ട് നമ്മളോട്. ആഡംസ് ആപ്പിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. ഇനി നമ്മൾ തൈറോക്സിനെ കുറിച്ചാണല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. തൈറോക്സിന്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് മിക്സഡിമ. ഓക്കെ, തൈറോക്സിന്റെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണിത് മിക്സഡിമ. ഓക്കെ, മിക്സഡിമ അതായത് മിക്സഡിമ മുതിർന്നവർക്കുണ്ടാവുന്നതാണ്. എന്തുകൊണ്ട്? തൈറോക്സിന്റെ കുറവ് മൂലം മുതിർന്നവർക്കുണ്ടാകുന്ന രോഗമാണിത് മിക്സഡിമ എന്ന് പറയുന്നത്. ശരീരം എന്താ പറയുന്നത്? നീര് വെച്ച് വീർക്കുന്ന ഒരു അവസ്ഥ, അതാണ് മിക്സഡിമ. നെക്സ്റ്റ് ക്രെട്ടനിസം ആണ്. ക്രെട്ടനിസം എന്ന് പറഞ്ഞാൽ തൈറോക്സിന്റെ കുറവ് മൂലം കുട്ടികൾക്കുണ്ടാകുന്ന അവസ്ഥയാണ് ക്രെട്ടനിസം. നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ശൈശവാവസ്ഥയിലും ഭ്രൂണാവസ്ഥയിലും ഒക്കെയുള്ള കാര്യം പറഞ്ഞു. അപ്പൊ അതുപോലെ ശൈശവാവസ്ഥയിലും ഭ്രൂണാവസ്ഥയിലും തൈറോക്സിന്റെ ഉൽപാദനക്കുറവ് മൂലം ശരിയായ ശാരീരിക മാനസിക വളർച്ച തടസ്സപ്പെടുത്തുന്നതാണ് ക്രെട്ടനിസം. അതായത് തൈറോക്സിന്റെ കുറവ് മൂലം കുട്ടികളുടെ എന്താ പറയുന്നത്, കുട്ടികളിൽ ബുദ്ധിമാന്ദ്യം, വളർച്ച, മുരടിപ്പ് ഇതൊക്കെ ഉണ്ടാകുന്ന അസുഖമാണ് എന്താ? ക്രെട്ടനിസം. അപ്പൊ മുതിർന്നവരിലെ തൈറോക്സിന്റെ കുറവ് മൂലം എന്തുണ്ടാകും? മിക്സഡിമ. കുട്ടികളിലാണെങ്കിലോ ക്രെട്ടനിസം. കുട്ടികൾ ക്രെട്ടനിസം, മുതിർന്നവർ മിക്സഡിമ. ആ ഒരു താളത്തിലങ്ങ് പഠിച്ചാൽ മതി. മുതിർന്നവർക്ക് മിക്സഡിമ, കുട്ടികൾക്ക് ക്രെട്ടനിസം. ഓക്കെ, ക്രെട്ടനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോക്സിന്റെ കുറവ് മൂലം കുട്ടികളുടെ ബുദ്ധിമാന്ദ്യം, അതുപോലെ തന്നെ വളർച്ചാ മുരടിപ്പ്, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശരിയായ മാനസിക ശാരീരിക വളർച്ച തടസ്സപ്പെടുത്തുന്നതാണ് ക്രെട്ടനിസം. നെക്സ്റ്റ്, അയഡിന്റെ അഭാവത്തിൽ തൈറോക്സിന്റെ ഉൽപാദനം തടസ്സപ്പെടുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്ന അവസ്ഥയാണ് ഗോയിറ്റർ. സാധാരണ നമുക്ക് അറിയാവുന്ന ഒരു ഡിസീസ് ആണ് അല്ലെ. അയഡിന്റെ അഭാവത്തിൽ, ഇമ്പോർട്ടന്റ് ആണ്, അയഡിന്റെ കുറവ് മൂലം, അയഡിന്റെ അഭാവത്തിൽ തൈറോക്സിന്റെ ഉൽപാദനം തടസ്സപ്പെടുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വീർത്തു വരുന്ന ഒരവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് ഗോയിറ്റർ. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തൈറോക്സിനിൽ അടങ്ങിയിരിക്കുന്ന ധാതുവാണ് എന്ന് പറയുന്ന അയഡിൻ. ഓക്കെ, തൈറോക്സിനിൽ അടങ്ങിയിരിക്കുന്ന ധാതുവാണ് അയഡിൻ എന്ന് പറയുന്നത്. ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകമാണ് എന്ന് പറയുന്നത് അയഡിൻ. ഓക്കെ അല്ലേ? ദെൻ തൈറോക്സിന്റെ ഉൽപാദനത്തിന് ആവശ്യമായ മൂലകം. ഓക്കെ, തൈറോക്സിന്റെ ഉൽപാദനത്തിന് ആവശ്യമായ മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അയഡിനാണ്. തൈറോക്സിന്റെ അധിക ഉൽപാദനം മൂലമുണ്ടാകുന്ന രോഗമാണ് എക്സോഫ്താൽമിക് ഗോയിറ്റർ. ഓക്കെ, തൈറോക്സിന്റെ അമിത ഉൽപാദനം മൂലമുണ്ടാകുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? എക്സോഫ്താൽമിക് ഗോയിറ്റർ. എക്സോഫ്താൽമിക് ഗോയിറ്റർ ആണ് ഗ്രേവ്സ് ഡിസീസ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഗ്രേവ്സ് ഡിസീസ് എന്നറിയപ്പെടുന്നതാണ് ഇത് എക്സോഫ്താൽമിക് ഗോയിറ്റർ. തെറ്റിക്കരുത് കേട്ടോ. അപ്പൊ നമ്മൾ 3 ഡിസീസ് പഠിച്ചു. ഏതൊക്കെയാ പഠിച്ചതാ? ക്രെട്ടനിസം പഠിച്ചു. ക്രെട്ടനിസം കുട്ടികളിലെ തൈറോക്സിന്റെ കുറവ് മൂലം. മിക്സഡിമ മുതിർന്നവരിലെ തൈറോക്സിന്റെ കുറവ് മൂലം. എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? തൈറോക്സിന്റെ അധിക ഉൽപാദനം കൂടുതലാണ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് എന്താ? എക്സോഫ്താൽമിക് ഗോയിറ്റർ, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഗ്രേവ്സ് ഡിസീസ്. ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഗ്രേവ്സ് ഡിസീസ് എന്നറിയപ്പെടുന്ന അസുഖം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? എക്സോഫ്താൽമിക് ഗോയിറ്റർ ആണ്. പിന്നെ ഗോയിറ്റർ എന്താന്ന് ഓർത്ത് വയ്ക്കുക, അയഡിന്റെ അഭാവത്തിൽ തൈറോക്സിന്റെ ഉൽപാദനം തടസ്സപ്പെടുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി വീർത്ത് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് എന്ന് പറയുന്ന ഗോയിറ്റർ. തൈറോയ്ഡ് ഗ്രന്ഥി 2 തരത്തിലുള്ള ഹോർമോണാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. അതായത് ഏതൊക്കെയുണ്ട്? ഒന്ന് തൈറോക്സിനും മറ്റേത് കാൽസിട്ടോണിനുമാണ്. പിന്നെ നമുക്ക് കാൽസിട്ടോണിനെ കുറിച്ച് പഠിക്കാം. കാൽസിട്ടോണിൻ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഹോർമോണാണ് കാൽസിട്ടോണിൻ. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇത് കാൽസിട്ടോണിൻ. കാൽസിട്ടോണിൻ. ഓക്കെ, രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് എന്ന് പറയുന്ന കാൽസിട്ടോണിൻ. രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവെന്ന് പറയുന്നത് 9-11 മില്ലിഗ്രാം പെർ 100 ml. അതായത് 100 മില്ലി ലിറ്റർ രക്തത്തിൽ 9 മുതൽ 11 മില്ലിഗ്രാം വരെയാണ് എന്താ രക്തത്തിൽ സാധാരണയായിട്ടുള്ള എന്താ കാൽസ്യത്തിന്റെ അളവ് എന്ന് പറയുന്നത്. ദെൻ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറച്ച് സാധാരണ നിലയിൽ എത്തിക്കുന്ന ഹോർമോണാണ് കാൽസിട്ടോണിൻ. അത് നമുക്കിവിടെ മനസ്സിലാവും. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? തൈറോയ്ഡ് ഗ്രന്ഥി കാൽസിട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാൽസിട്ടോണിനാണ് എന്ത് ചെയ്യുന്നത്? രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറച്ച് സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിലേക്ക് സംഭരിക്കുന്ന ഹോർമോണാണ് ഇത്
കാൽസിട്ടോണിൻ. നമുക്കറിയാം നമ്മുടെ അസ്ഥികളിലൊക്കെ കാൽസ്യമാണ് അല്ലെ. അപ്പൊ രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ എന്ത് ചെയ്യും? അസ്ഥികളിലേക്ക് സംഭരിക്കുന്ന ഹോർമോണാണ് കാൽസിട്ടോണിൻ. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ അസ്ഥികളിലേക്ക് സംഭരിക്കുന്നത് അല്ലെ. അപ്പൊ രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കൂടുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് കാൽസിട്ടോണിൻ. ഈ കാൽസിട്ടോണിനെ എന്ത് ചെയ്യുന്നു? കാൽസിട്ടോണിനാണ് രക്തത്തിലെ കാൽസ്യത്തിനെ എന്ത് ചെയ്യുന്ന അധികമുള്ള കാൽസ്യത്തെ എങ്ങോട്ട് ചെയ്യുന്നത്? അസ്ഥികളിലേക്ക് സംഭരിക്കുന്നത്. അപ്പൊ മനസ്സിലായല്ലോ. ഇനി ഇത് ഓർത്ത് വയ്ക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ്. ഓർത്ത് വയ്ക്കുക 9-11 മില്ലിഗ്രാം പെർ 100 ml. ഇത് ഓർത്തെടുക്കണേ. നെക്സ്റ്റ് പാരാതൈറോയ്ഡ് ഗ്രന്ഥി. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം തൈറോയിഡിനെ പാരയായിട്ട് നിൽക്കുന്നതാണെന്ന് ചിന്തിച്ചു വെക്കുക. പാരാതൈറോയ്ഡ് ഗ്രന്ഥി. ഓക്കെ, അപ്പൊ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 3 ഗ്രന്ഥികൾ നമ്മളിപ്പോൾ പഠിച്ചു. ആഗ്നേയ ഗ്രന്ഥി നമുക്കറിയാം എവിടെയാണ്? ആമാശയത്തിന് താഴെയാണ്. ദെൻ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സ്വനപേടകത്തിന് താഴെയാണ്. ഇനി പാരാതൈറോയ്ഡ് ഗ്രന്ഥി എവിടെയാണ്? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പിൻഭാഗത്തായിട്ടാണ് പാരാതൈറോയ്ഡ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത്. പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഏത്? പാരാതോർമോൺ. അതും ഓർത്തു വയ്ക്കാൻ എളുപ്പമാണ് അല്ലെ. പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് പാരാതോർമോൺ. പഠിച്ചു വരുമ്പോൾ ഓരോന്നും പഠിച്ചു വരുമ്പോൾ പ്രീവിയസ് പഠിച്ച ഹോർമോൺ ഏതൊക്കെയാണെന്നൊരു ഓർമ്മ വേണം കേട്ടോ. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ഹോർമോണാണ് പാരാതോർമോൺ. അതായത് നമ്മൾ കാൽസിട്ടോണിൻ പഠിച്ചായിരുന്നു. കാൽസിട്ടോണിൻ എന്താ ചെയ്യുന്നത്? രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് എന്ത് ചെയ്യുവാണ്? കുറയ്ക്കുവാണ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്ത് ചെയ്യും? രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറഞ്ഞു പോകുന്ന സമയത്ത് രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിച്ച് അത് സാധാരണ നിലയിൽ എത്തിക്കുന്ന ഹോർമോണാണ് എന്ന് പറയുന്നത് പാരാതോർമോൺ. അതാണ് നമ്മൾ പറയുന്നത് പാരാതൈറോയ്ഡ്. തൈറോയ്ഡ് ഗ്രന്ഥി പ്രൊഡ്യൂസ് ചെയ്യുന്ന കാൽസിട്ടോണിൻ ചെയ്യുന്ന ആക്ഷന് എതിരെ ചെയ്യുന്നതാണ് ആരെന്ന് പറയുന്ന പാരാതൈറോയ്ഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാരാതോർമോൺ. ക്ലിയർ അല്ലേ? ദെൻ അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്നു. അതായത് കാൽസിട്ടോണിൻ എന്താ ചെയ്തിരുന്നത്? രക്തത്തിൽ നിന്ന് അധികമുള്ള കാൽസ്യത്തെ അസ്ഥികളിൽ സംഭരിക്കുന്നു. അപ്പൊ രക്തത്തിൽ നിന്ന് അധികമുള്ള കാൽസ്യത്തെ കാൽസിട്ടോണിനാണ് എന്ത് ചെയ്യുന്നത്? അസ്ഥികളിൽ സംഭരിക്കുന്നത്. അപ്പൊ അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്നത് ആരാണ്? പാരാതോർമോൺ ആണ്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. അതിന് പാരയാന്ന് ഓർത്ത് വെച്ചാൽ മതി. ദെൻ വൃക്കകളിൽ നിന്ന് കാൽസ്യത്തെ പുനരാഗീരണം ചെയ്യുന്നു. വൃക്കകളിൽ നിന്ന് കാൽസ്യത്തെ പുനരാഗീരണം ചെയ്യുന്ന എപ്പോഴാണ്? രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും? വൃക്കകളിൽ നിന്ന് കാൽസ്യത്തെ പുനരാഗീരണം ചെയ്യുന്നതും പാരാതോർമോണാണ്. ഓക്കെ, പാരാതോർമോണിന്റെ അഭാവം മൂലം പേശികളെ ബാധിക്കുന്ന രോഗമാണ് ടെറ്റനി. അപ്പൊ നമ്മൾ തൈറോയിഡിന്റെ കുറവ് മൂലം അല്ലെങ്കിൽ തൈറോയിഡിന്റെ പ്രശ്നം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? മിക്സഡിമ, ക്രെട്ടനിസം, ഗ്രേവ്സ് ഡിസീസ്, ഗോയിറ്റർ, ഇതൊക്കെ പറഞ്ഞല്ലേ. അപ്പൊ അതുപോലെ നമ്മുടെ പാരാതോർമോണിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത്? ടെറ്റനി. നെക്സ്റ്റ് ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി. പീനിയൽ ഗ്രന്ഥി അറിയപ്പെടുന്നതാണ് ജൈവ ഘടികാരം. ഓക്കെ, ജൈവ ഘടികാരം പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്നതാണ് ആര്? പീനിയൽ ഗ്രന്ഥി. അപ്പൊ ആ സമയത്ത് ഓർത്ത് വെച്ചോണം, ആഡംസ് ആപ്പിൾ എന്തായിരുന്നു? തൈറോയ്ഡ് ഗ്രന്ഥി. ജൈവ ഘടികാരം എന്നറിയുന്നത് പീനിയൽ ഗ്രന്ഥി. ദെൻ മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്തായിട്ടാണ് എന്ത് കാണുന്നത്? പീനിയൽ ഗ്രന്ഥി കാണപ്പെടുന്നത്. അല്ലെങ്കിൽ ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന പീനിയൽ ഗ്രന്ഥി കാണപ്പെടുന്നത് മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്താണ്. ഇനി കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞായിരുന്നു പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഏതാ? മെലാട്ടോണിൻ. ഞാൻ പറഞ്ഞു നിയ എന്ന പെൺകുട്ടി മെലിഞ്ഞതാണെന്ന് ഓർത്ത് വെക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു കാര്യം വിട്ടുപോയി, സെറാട്ടോണിൻ പറഞ്ഞിരുന്നില്ലെന്ന് തോന്നുന്നു. അപ്പൊ മെലാട്ടോണിനും സെറാട്ടോണിനും എന്ന് പറയുന്ന 2 ഹോർമോൺസ്, മെലാട്ടോണിൻ, സെറാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോണുകളാണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, ദെൻ ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം നിയന്ത്രിക്കുന്നത് മെലാട്ടോണിനാണ്. അതായത് നമ്മുടെ ഉറക്കത്തെയും പകൽ സമയത്തെ പ്രവർത്തനങ്ങളെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? അത് നമ്മുടെ പീനിയൽ ഗ്രന്ഥിയാണ്. അതുകൊണ്ടാണ് ജൈവ ഘടികാരം. ഓക്കെ, അപ്പൊ ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം നിയന്ത്രിക്കുന്നതാണ് പീനിയൽ ഗ്രന്ഥി. നെക്സ്റ്റ് ഉറക്കത്തെ സഹായിക്കുന്നത് മെലാട്ടോണിനാണ്. അതായത് രാത്രി കാലങ്ങളിൽ മെലാട്ടോണിന്റെ ഉൽപാദനം കൂടുതലായിരിക്കും. ഓക്കെ, ഉറക്കത്തെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉറക്കത്തെ സഹായിക്കുന്നതാണ് മെലാട്ടോണിനാണ്. രാത്രി കാലങ്ങളിൽ മെലാട്ടോണിന്റെ ഉൽപാദനം കൂടുതലും പകൽ സമയത്ത് മെലാട്ടോണിന്റെ ഉൽപാദനം കുറവുമായിരിക്കും. ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം, കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? മെലാട്ടോണിനാണ്. അപ്പൊ നമ്മുടെ ഉറക്കത്തെ സഹായിക്കുന്നത് മെലാട്ടോണിനാണ്. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ആരാണ്? മെലാട്ടോണിനാണ്. ഇനി നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലെ താളക്രമം നിയന്ത്രിക്കുന്ന മെലാട്ടോണിനാണ്. ഓക്കെ, മെലാട്ടോണിൻ
ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഗ്രന്ഥിയാണ്? പീനിയൽ ഗ്രന്ഥിയാണ്. പീനിയൽ ഗ്രന്ഥിയാണ് എന്തെന്നറിയപ്പെടുന്നത്? ജൈവ ഘടികാരം എന്നറിയപ്പെടുന്നത്. പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു ഹോർമോണാണ് ഏത്? സെറാട്ടോണിൻ. ഇനി സെറാട്ടോണിന്റെ ധർമ്മം എന്ന് പറയുന്നത് മനുഷ്യനിലെ വൈകാരിക അവസ്ഥ നിയന്ത്രിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ആരെന്ന് പറയാം? നമ്മുടെ സെറാട്ടോണിൻ എന്ന് പറയാം. അതായത് മനുഷ്യരിലെ വൈകാരിക അവസ്ഥ നിയന്ത്രിക്കുന്നത് സെറാട്ടോണിനാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തിനെ പറ്റി പഠിക്കാനുള്ളൂ? പീനിയൽ ഗ്രന്ഥി അല്ലെങ്കിൽ ജൈവ ഘടികാരത്തെ പറ്റി നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ടതുള്ളൂ. നെക്സ്റ്റ്, തൈമസ് ഗ്രന്ഥി. തൈമസ് ഗ്രന്ഥി അറിയപ്പെടുന്ന പേരാണ് ശൈശവ ഗ്രന്ഥി അല്ലെങ്കിൽ യുവത്വ ഗ്രന്ഥി. ഓക്കെ, യുവത്വ ഗ്രന്ഥി അല്ലെങ്കിൽ ശൈശവ ഗ്രന്ഥി എന്നൊക്കെ അറിയപ്പെടുന്നത് തൈമസ് ഗ്രന്ഥിയാണ്. തൈമസ് ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്ന മാറലിന് പിറകിലായി സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് ഏത്? തൈമസ് ഗ്രന്ഥി. ഇപ്പൊ നമ്മൾ കുറെ എല്ലാ ഗ്രന്ഥികളുടെയും സ്ഥാനം പഠിച്ചു. ആ സ്ഥാനം പഠിച്ചു തന്നെ വെക്കണം കേട്ടോ. ചിലപ്പോൾ അങ്ങനെയൊക്കെ എടുത്ത് ചോദിക്കാം. മാറലിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥിയാണ് ഏത്? തൈമസ് ഗ്രന്ഥി. ഇതിനെ യുവത്വ ഗ്രന്ഥി അല്ലെങ്കിൽ ശൈശവ ഗ്രന്ഥി എന്ന് വിളിക്കാനുള്ള കാരണം യൗവനകാലം വരെ മാത്രമുള്ള ഗ്രന്ഥിയാണെന്ന് പറയുന്നത് തൈമസ് ഗ്രന്ഥി അല്ലെങ്കിൽ ശൈശവ ഗ്രന്ഥി, അതും അല്ലെങ്കിൽ യുവത്വ ഗ്രന്ഥി. ഓക്കെ, യൗവനകാലം വരെ ഇത് കാണുള്ളൂ. കാരണം ഇത് കുട്ടികളിൽ പ്രവർത്തന സജ്ജവും മുതിർന്നവരിൽ പ്രവർത്തനരഹിതവുമായി കാണപ്പെടുന്നു. അതായത് മുതിർന്നു വരുന്ന അവസ്ഥയിൽ അത് ചുരുങ്ങുന്ന ഒരു ഗ്രന്ഥിയാണ് എന്ന് പറയുന്ന തൈമസ് ഗ്രന്ഥി. മുതിർന്നു വരുംതോറും ചുരുങ്ങി ചെറുതായി പോകുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. സോ അതുകൊണ്ട് കുട്ടികളിൽ ഇത് വളരെ ആക്റ്റീവ് ആയിരിക്കും. മുതിർന്നവരിലെത്തിക്കുമ്പോഴത്തേക്ക് എന്താവും? മുതിർന്നവരാകുമ്പോഴത്തേക്ക് അത് ചുരുങ്ങി മാറുന്ന ഒരു അവസ്ഥയുള്ള ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. അതുകൊണ്ടാണ് ഇതിനെ യുവത്വ ഗ്രന്ഥി അല്ലെങ്കിൽ ശൈശവ ഗ്രന്ഥി എന്ന് വിളിക്കുന്നത്. യൗവനകാലം വരെ മാത്രമേ ഈ ഗ്രന്ഥി കാണപ്പെടുകയുള്ളൂ. രോഗപ്രതിരോധ സംവിധാനം വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഗ്രന്ഥിയാണ് ഇത്? നമ്മുടെ തൈമസ് ഗ്രന്ഥി. രോഗപ്രതിരോധ സംവിധാനം വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഗ്രന്ഥിയാണ് തൈമസ് ഗ്രന്ഥി. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഇത്? തൈമോസിൻ. പഠിച്ചു വെക്കാൻ എളുപ്പമാണ് അല്ലേ? തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് തൈമോസിൻ. ഇപ്പൊ രോഗപ്രതിരോധത്തെ സഹായിക്കുന്ന ടി ലിംഫോസൈറ്റുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാന്ന് ചോദിച്ചാൽ അതും ഏതാണ്? അതും തൈമോസിനാണ്. തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈമോസിൻ എന്ന ഹോർമോൺ അറിയപ്പെടുന്നതാണ് എന്താ? യുവത്വ ഹോർമോൺ. പലതവണ ചോദിച്ചിട്ടുണ്ട്. യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതാണ്? തൈമോസിനാണ്. അപ്പൊ കുട്ടികളിൽ കാണപ്പെടുന്ന ഹോർമോൺ ആണ് ഏത്? തൈമോസിൻ. മുതിർന്നവരിൽ തൈമോസിൻ ഇല്ല. കാരണം മുതിർന്നു വരുമ്പോൾ എന്ത് ചെയ്യും? അത് ചുരുങ്ങി ചെറുതായി പോകുന്ന ഹോർമോൺ ആണ് എന്ന് പറയുന്നത് തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്കെ, തൈമസ് ഗ്രന്ഥിയാണ് ചുരുങ്ങിപ്പോകുന്ന ഗ്രന്ഥി അല്ലെങ്കിൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പറഞ്ഞത് ഏതൊക്കെയായിരുന്നു? തൈറോയ്ഡ് ഗ്രന്ഥിയെ പറ്റി പറഞ്ഞു, പാരാതൈറോയ്ഡ് പറഞ്ഞു, പിന്നെ എന്ത് പറഞ്ഞു? തൈമസ് പറഞ്ഞു, പിന്നെ ഏതാ പറഞ്ഞേ? പീനിയൽ ഗ്രന്ഥി. 4 ഗ്രന്ഥികളെ കുറിച്ച് പഠിച്ചു. അവയുടെ സ്ഥാനം പഠിച്ചു, അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ പഠിച്ചു, പിന്നെ അതിൻ്റെ കുറച്ച് പ്രത്യേകതകൾ പറഞ്ഞു. ചിലപ്പോൾ പ്രത്യേകതകൾ തന്നിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഇത് നല്ല വ്യക്തമായിട്ട് പഠിക്കുക.